നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വന്തം. സാൻ ലൂയിസിനെതിരെ ലയണൽ മെസ്സിയുടെ വക തകർപ്പൻ പ്രകടനം, ഇരട്ട ഗോളുകളും ഒരു അസിസ്റ്റും. അതിൻ്റെ ബലത്തിൽ ഇപ്പോൾ ലീഗ്സ് കപ്പിലെ തങ്ങളുടെ ആദ്യ കളി ഇന്റർ മയാമി ജയിച്ച് കയറിയിട്ടുണ്ട്. രണ്ടാമത്തെ കളിയാവട്ടെ ഇതാ ശനിയാഴ്ച രാത്രിയാണ് ഇന്ത്യൻ സമയം പറയുമ്പോൾ, ഞായറാഴ്ച പുലർച്ചെ 5:30 മോണ്ടറിക്കെതിരെയാണ്. ഇതിനു മുമ്പ് ഇപ്പോൾ മയാമിയുടെ ആരാധകർക്ക് ആശങ്ക നൽകുന്ന ചില സീനുകൾ നമ്മൾ കണ്ടു. അതായത് ലയണൽ മെസ്സിക്ക് അദ്ദേഹത്തിൻ്റെ കാൽത്തുടയുടെ ഭാഗത്ത് ഡിസ്കംഫേർട്ട്, അദ്ദേഹം അത് കളിക്കിടയിൽ നിന്ന് ചെക്ക് ചെയ്യുന്ന കാഴ്ച എല്ലാവരെയും ആശങ്കയിൽ ആഴ്ത്തിയിട്ടുണ്ട്. ആള് ആ ഒരു കാൽത്തുടയുടെ പരിക്കും മറ്റുമൊക്കെ ആയിട്ട് കുറച്ച് കാലമായിട്ട് ഇങ്ങനെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഒരു ഡിസ്കംഫേർട്ട് വന്നാൽ, ലയണൽ മെസ്സിക്ക് അടുത്ത കളി നഷ്ടപ്പെട്ടാൽ അത് മയാമിക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം വലിയ രൂപത്തിലുള്ള തിരിച്ചടിയാവും അത്. കാരണം എന്താണെന്നറിയോ, ഓൾറെഡി സുവാരസ് ഇല്ല എന്നുള്ളതൊരു പ്രശ്നമാണ്. പിന്നെ ബെർത്രൈമിൻ്റെ കാര്യത്തിൽ അദ്ദേഹം കഴിഞ്ഞ കളിയിൽ പരിക്ക് പറ്റി പുറത്താണല്ലോ. അതുകൂടാതെ സിൽവറ്റ് ഇഞ്ചോർഡായിരിക്കുന്നു, ഷോൾഡർ ഇഞ്ചുറിയാണ് പറ്റിയത്. അത് സീരിയസ് ആണ് എന്നൊരു ഫീലാണ് ഇപ്പോഴുള്ളത്. അല്ലൻ്റെ ഇല്ല എന്ന കാര്യം കൂടി ഓർക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഘട്ടത്തിൽ മെസ്സിയെ കൂടി അവർക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ അത് മുന്നേറ്റ നിരയിൽ ടോട്ടൽ ഡിസാസ്റ്ററസ് ആയിട്ട് മാറും. പിന്നൊരു ചെറിയൊരു ആശ്വാസം എന്ന് പറഞ്ഞാൽ, ഈ ഒരു മെസ്സിയുടെ ഡിസ്കംഫർട്ടിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത് സബ്സ്റ്റിറ്റ്യൂഷനുകൾക്ക് മുമ്പാണ്. അദ്ദേഹത്തിന് തുടരാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും സിൽവറ്റിക്കൊപ്പം അദ്ദേഹം തന്നെ പുറത്തേക്ക് പോകുന്നതിനെ. പക്ഷെ അദ്ദേഹം കളി തുടർന്നു, കളിക്കളത്തിൽ നിന്നു എന്നുള്ളതാണ്. ഏതായാലും ഡിസ്കംഫർട്ട് അദ്ദേഹത്തിൻ്റെ റൈറ്റ് തൈയിൽ ഉണ്ടായിട്ടും അദ്ദേഹം കളിക്കളത്തിൽ നിന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഈ ടീമിനോടുള്ള, ഈ കളിയോടുള്ള ആത്മാർത്ഥത സൂചിപ്പിക്കുന്നത്. ഏതായാലും കളിക്ക് ശേഷമുള്ള വിശകലനത്തിൽ അവരുടെ കോച്ച് മെസ്സിയുടെ ഡിസ്കംഫർട്ടുമായി ബന്ധപ്പെട്ട് ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്ന തരത്തിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. അത് ആശ്വാസജനകമായിട്ടുള്ള കാര്യമാണ്. കാത്തിരിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.